1882 സ്പെയിനിലെ ബാഴ്സലോണയിൽ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. സാധാരണ ഒരു പള്ളിയല്ല അത്, ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ശില്പ വിസ്മയം. ഇന്ന് 144 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. എന്നിട്ടും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ എത്തുന്നത്. ആ അത്ഭുതത്തിന്റെ പേരാണ് സാഗ്രഡ ഫാമിലിയ. ആദ്യം ഈ പദ്ധതിയുടെ ചുമതല മറ്റൊരു ശില്പിക്കായിരുന്നു. എന്നാൽ പിന്നീട് അത് ഏറ്റെടുത്ത് ആന്റോണിയോ ഗൗഡിയാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കല്ലിലും കോൺക്രീറ്റിലും കവിത രചിച്ച മനുഷ്യൻ. സാഗ്രഡ ഫാമിലിയ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായി മാറി. അവസാന വർഷങ്ങളിൽ അദ്ദേഹം മറ്റെല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഈ ബസിലിക്കയ്ക്കായി മാത്രം ജീവിച്ചു. എന്നാൽ 1926 ഒരു ട്രാം അപകടത്തിൽ ഗൗഡി മരണപ്പെട്ടു. അന്ന് ബസിലിക്കയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് പൂർത്തിയായിരുന്നത്. പലരും കരുതിയത് അദ്ദേഹത്തിന്റെ സ്വപ്നം അവിടെ അവസാനിച്ചുവെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ബസിലിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായി. ഗൗഡിയുടെ ഒറിജിനൽ ഡിസൈനുകളും രേഖകളും ഭാഗികമായി നശിച്ചു. സാമ്പത്തിക പ്രതിസന്ധികളും രാഷ്ട്രീയ അസ്ഥിരതകളും നിർമ്മാണങ്ങൾ വർഷങ്ങളോളം പിന്നോട്ടടിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിന്നീട് വന്ന ശില്പികളും ആ സ്വപ്നം കൈവിട്ടില്ല. കാലം കടന്നുപോയി, സാങ്കേതിക വിദ്യ വളർന്നു. കമ്പ്യൂട്ടർ മോഡലിംഗും ത്രിമാന രൂപകൽപ്പനയും ഉപയോഗിച്ച് ഗൗഡിയുടെ സ്വപ്നം വീണ്ടും രൂപം കൊണ്ടു. ഒടുവിൽ 2026 ഒരു വലിയ ചരിത്ര നിമിഷം എത്തി. 566 അടി ഉയരമുള്ള ജീസസ് ക്രൈസ്റ്റ് ടവർ പൂർത്തിയായി. ഈ ഗോപുരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശിന് മാത്രം ഏകദേശം 100 ടൺ ഭാരമുണ്ട്. ജർമ്മനിയിൽ നിർമ്മിച്ച കുരിശ് ഭാഗങ്ങളായി ബാഴ്സലോണയിൽ എത്തിച്ച് 100 കണക്കിനടി ഉയരത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അത് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയായിരുന്നു. എന്നാൽ സാഗ്രഡ ഫാമിലിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോഴും ചില പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം തുടരുകയാണ്. പ്രത്യേകിച്ച് പ്രധാന പ്രവേശന പാതയെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ട്. പള്ളി കൂടുതൽ വിപുലീകരിക്കണമെങ്കിൽ സമീപത്തെ ചില കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും. എന്നാൽ അവിടുത്തെ താമസക്കാർ അതിനെ ശക്തമായി എതിർക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട നിർമ്മാണം, യുദ്ധങ്ങളും ദുരന്തങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച ഒരു സ്വപ്നം. ആന്റോണിയോ ഗൗഡി ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഓരോ കല്ലിലും ഓരോ ഗോപുരത്തിലും ഇന്നും നിലനിൽക്കുന്നു. സാഗ്രഡ ഫാമിലിയ ഒരു പള്ളി മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവും ക്ഷമയും സമയത്തെ പോലും വെല്ലുവിളിക്കാമെന്നതിന്റെ ജീവനുള്ള തെളിവാണ്.